ഞാനിപ്പോ ദയാസുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയ. ഞാൻ ഈ ഷെഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിട്ട് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായിലെ പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. എന്താല്ലേ മോളെ, ഗോവിന്ദചാമി പോലെയുള്ള കുറെ പേര് ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇത്തിരിയെങ്കിലും മാന്യമായി വസ്ത്രം ധരിക്കൂ എന്ന് നമ്മുടെ ഷെഫീന ബീവി പറയുമ്പോൾ ഇവറ്റകൾ വന്ന് പറയുകയാണ്. ഷെഫീന ബീവി 3 ഭർത്താക്കളെ കൊന്നു, അതിനുശേഷം ഷെഫീന ബീവി സ്വയം തുണ്ട് വിറ്റ് ജീവിക്കുന്നു. എന്തൊക്കെയോ വൃത്തികേടാണ് ദിയാസന ഷെഫീന ബീവിയെ കുറിച്ചിട്ട് പറയുന്നത്. അത് ഞാൻ മൊത്തത്തിൽ വെച്ചിട്ട് അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, ഈ പറയുന്ന ഷെഫീന ബീവിയുടെ ഭാഗമാണ് ശരി. അതായത് ഇന്ത്യ രാജ്യമാണ്, എങ്ങനെയുള്ള ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം, ശരി തന്നെയാണ്. പക്ഷേ ഷെഫീന ബീവി വന്ന് പറയുകയാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കണ്ട, അത് വലിയ പ്രശ്നമുണ്ടാവും ഇവിടെ. അതായത് എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. 97% ആണുങ്ങൾ നല്ലവരാണ്. 3% വരുന്ന ആണുങ്ങൾ ഗോവിന്ദചാമിയെ പോലുള്ളവരാണ്. ഇങ്ങനെ ഓപ്പണായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചൊന്നും വരും. അങ്ങനെയുള്ള 3% ഉണ്ട്. അപ്പോൾ നിങ്ങളെ ശരീരം ഇത്തിരി നിങ്ങൾ സൂക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഷെഫീന ബീവിക്ക് തെറിയോട് തെറിയാണ്. ഈ പറയുന്ന ദിയാസന മാത്രമല്ല, കുറെ റന ഫാത്തിമയെ പോലെയുള്ള കുറേ എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കണം. ഷെഫീന ബീവി പറയുന്നത് ശരിയെന്ന് തോന്നുന്നവർ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നായിട്ട് കേട്ടിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കോണ്ടന്റ് ചെയ്യുന്ന വ്യക്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ പോർട്രേ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തി ഷഫീന ബീവി. കഴിഞ്ഞ ദിവസം മഞ്ജുപിള്ളയുടെ മോൾ ദയനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു. ഞാൻ ആദ്യം ഷോർട്ട് ക്ലിപ്സ് ആണ് കണ്ടത്. ആൻഡ് ഇന്നാണ് എനിക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് കാണാനുള്ള ഒരു ടൈം കിട്ടിയത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഈ തള്ളേനെ എന്റെ കൺമുമ്പിൽ കിട്ടിയത് ഞാൻ വലിച്ചു കീറിയത്. എന്താ അല്ലേ ഷെഫീന ബീവി പറയുകയാണ്, മോളെ മഞ്ജുപിള്ളയുടെ മോളെ അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണ്ടെന്ന്. ഇവറ്റകൾ വന്ന് വാദിക്കുകയാണ്. എന്ത് പ്രശ്നോ, ഞങ്ങൾക്ക് ഊരി നടന്നാലും നിങ്ങൾക്ക് എന്ത് പ്രശ്നം എന്നാണ് ഇവറ്റകൾ ചോദിക്കുന്നത്. എന്തൊരു കാലഘട്ടമാണല്ലേ. ബാക്കിയും കൂടി കേൾക്കാം. അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവര് ആ വ്യക്തിനെ പോർട്രേ ചെയ്തേക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ഇവർ അതിനകത്ത് പറയുന്ന കുറച്ച് കോണ്ടന്റുകളുണ്ട്. ഫെമിനിസം, പണ്ട് നടന്ന മാറുമറയ്ക്കൽ സമരം, സെക്ഷൽ ലൈഫ്, ഇതിനെപ്പറ്റി ഒന്നും വിവരം, ഇത് കുറച്ച് പണ്ടെങ്ങോ ബുക്കി പഠിച്ച കുറെ സമരങ്ങൾ മാത്രം വെച്ചല്ല ഒരു കോണ്ടന്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ നടന്നോളൂ. ആ ഷെഫീന ബീവി ഒന്ന് വെറുതെ വിടൂ. അവര് നിങ്ങളൊക്കെ കണ്ട് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു കോണ്ടന്റ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ അവരിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവറ്റകള്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇനി ഞങ്ങൾ ഒന്നും ഞങ്ങൾ മിണ്ടത്തില്ല. ബാക്കിയും കൂടി കേൾക്കാം. അതില് അവര് സെക്ഷൽ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് വളരെ റെസ്പെക്ട് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം. അതിൽ അവർ വളരെ വൃത്തികെട്ട ഒരു ടേം യൂസ് ചെയ്ത് വരെ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഷെഫീന ബീവി സംസാരിച്ചത്? ഷെഫീന ബീവി സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണ്ട, അത് നമ്മുടെ സമൂഹത്തിന് തന്നെ വലിയൊരു ഡേഞ്ചർ ആണെന്ന്. ഈ കുട്ടിയോട് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ആരും പണിക്ക് പോകുന്നില്ല. പഠിച്ച് വക്കീലായ പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, പഠിച്ചിട്ട് വക്കീലാണ്. പക്ഷേ ആ പണിയൊന്നും വേണ്ട, ഇപ്പോൾ ഊരിക്കാണിക്കൽ പരിപാടിയാണ്. ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് സബ്സ്ക്രിപ്ഷന്റെ പേര് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഷെഫീന ബീവി പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ തൊലയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അതിനിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ബാക്കിയും കൂടി കേൾക്കാം. ഈ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത് പോർട്രേ ചെയ്ത് സംസാരിക്കാനായിട്ട് നിങ്ങളൊരു സ്ത്രീയല്ലേ? ഈ പറയുന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്, അത്ര അങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ അവൾ പുറത്തിറങ്ങട്ടെ, ആളുകൾ പിടിക്കട്ടെ, ആണുങ്ങൾ പിടിക്കട്ടെ. എന്റെ നാട്ടിലും എനിക്കറിയാവുന്ന ആണുങ്ങളൊന്നും ഇതുപോലെ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്ന ഉടനെ പിടിക്കാൻ നിൽക്കുന്നതല്ല. നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്, പെണ്ണുങ്ങൾ ഈ പറയുന്നത് പോലെ കുറച്ച് എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിച്ച ഉടനെ കയറി പിടിക്കും എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. എൻ്റെ കുട്ടി, ഒരു കാര്യം പറയാം, എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 3% വരുന്ന ആണുങ്ങളുണ്ട്, ഗോവിന്ദചാമിയെ പോലുള്ള ആണുങ്ങളുണ്ട്. നിങ്ങളിങ്ങനെ ഊരിക്കാണിച്ചു കൊണ്ടുവന്നാൽ അത് എന്തും ചെയ്യാവുന്ന മടിക്കാത്ത ചില ആണുങ്ങളുണ്ട്. അത് വലിയ ഡേഞ്ചറാണ്. ഇപ്പോൾ ഒരു കുട്ടി, ഏതെങ്കിലും ഒരു പെൺകുട്ടി ബസ്സിലൂടെ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരുത്തൻ കയറി പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും?
ചെയ്തതിന് ശേഷം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ മുൻകൂറായിട്ട് നമ്മുടെ ഷെഫീന ബീവി പറഞ്ഞു എന്നാണ്. ബാക്കിയും കൂടി കേൾക്കാം. പിന്നെ നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളാണ് ഫസ്റ്റ് നാട്ടിൽ സൈക്കിൾ ഓടിച്ചത്, ഫസ്റ്റ് ചുരിദാർ ഇട്ടത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ അമ്മയ്ക്കാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വിവരമില്ല. എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയും മോഡലിങ്ങിനെ പറ്റിയും വ്യക്തമായി ധാരണ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഫോട്ടോ റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. ഓക്കെ, ഈ കുട്ടിക്ക് നല്ല വിവരമുണ്ട്. ഷെഫീന ബീവിയോട് ഞാനൊരു കാര്യം പറയാം. ഇവർ എങ്ങനെ വേണം ധരിക്കട്ടെ, നമുക്കെന്തായി? അതായത് പറയുകയാണ്, ഷെഫീന ബീവി പറഞ്ഞ തെറ്റെന്നാണ് ഇവറ്റകൾ പറയുന്നത്. ഞങ്ങൾ എങ്ങനെ വേണം, അതായത് ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടക്കും, ഷെഫീന ആരങ്ങനെ പറയാനെന്നാണ് ഇവിടെ ഈ പെൺകുട്ടി ചോദിക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു, അതൊരു മോഡലിംഗിന്റെ പാർട്ടാണ്. അതിന് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ മോഡലിംഗ് ഫീൽഡിലുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്തു വെച്ച് നീ തുണിയില്ലാതെ നിൽക്കുന്നു, നിന്റെ വീട്ടുകാർ മറ്റതാണ്, നിന്റെ തന്ത എങ്ങനെയാണോ, നിന്റെ തള്ള എങ്ങനെയാണോ, നിങ്ങൾക്ക് അതിനെ സമയം കാണത്തുള്ളൂ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒത്തിരി നല്ല സ്ത്രീകൾ കാണും, മനസ്സിലായില്ലേ? നിങ്ങൾ അത്യാവശ്യം നല്ല പ്രായം കാണുമല്ലോ. അപ്പൊ ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ സ്ത്രീകൾ ഈ പറയുന്നത് പോലെ റിലീജിയസ് ആയിട്ട് ഖുർആനൊക്കെ വായിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റിയ പണി അതാണ്. നിങ്ങൾ ദേവി ഇത് ബാക്കിയുള്ളവരെ പുറത്തോട്ട് വന്നിരുന്നിട്ട് ഈ പറയുന്നത് പോലെ അപരാധം പറയാനായിട്ട് നിൽക്കരുത്. വെറുതെ എന്തിനാ വീട്ടിൽ ഇരിക്കുന്നവരെ ചീത്തവിളി നിങ്ങൾ കേൾപ്പിക്കുന്നത്? എന്താ അല്ലേ മോളെ, നല്ല ഡ്രസ്സ് ധരിക്ക്, ഇങ്ങനെയുള്ള വൃത്തികെട്ട ഡ്രസ്സ് ധരിക്കണ്ട എന്ന് ഷെഫീന ബീവി പറഞ്ഞപ്പോൾ ഷെഫീന ബീവിയാണ് ഇവിടെ കുറ്റക്കാരിയാവുന്നത്. എന്തൊരു സമൂഹമാണല്ലേ. ഓക്കെ, നമുക്ക് ദിയാസന എന്തൊക്കെയോ പറയുന്നുണ്ട്. വേറെ ലെവലാണ് ദിയാസന പറയുന്നത്. അതായത് ഇവരെ ഇപ്പൊ ഞാൻ ആദ്യം വെച്ച സ്ത്രീ ഇത്തിരിയെങ്കിലും റെസ്പെക്റ്റോട് കൂടി സംസാരിക്കും നമുക്ക് പറയാം. ദിയാസന പറയുന്നത് ഷെഫീന ബീവി 3 ഭർത്താക്കന്മാരെ കൊന്നു എന്നൊക്കെയാണ്. അതിന് തക്കതായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാം. ഹലോ ഗൈസ്, അതെ, ഞാനിപ്പോ ദയാ സുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയ. ഓക്കെ ദിയാസന, ഈ മഞ്ജു പിള്ളയുടെ മകളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവരെ ഇഷ്ടമില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ വസ്ത്രധാരണ ഇത്തിരി ഒന്ന് കെയർ ചെയ്യാനാണ് ഇവിടെ ഷെഫീന ബീവിയും എല്ലാവരും പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാം, ആർക്കും എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. പക്ഷേ ഷെഫീന ബീവി പറഞ്ഞതിൽ ശരിയുണ്ട്. സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടാൽ നിലവിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ അത് കണ്ട് പഠിക്കൂന്ന് പേടിച്ചിട്ടാണ് ഷെഫീന ബീവി പറഞ്ഞത്. ബാക്കിയും കൂടി കേൾക്കാം. ദയാ സുജിത്ത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ലേഡി അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഒരിക്കലും ഷെഫീന ബീവി പറഞ്ഞിട്ടില്ല മഞ്ജു പിള്ളയുടെ മകള് വളരെ വളരെ മോശപ്പെട്ട സ്ത്രീ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞത് ആ ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് മാത്രമാണ്. ഇവിടെ പച്ചക്കളവാണ് ദിയാസന പറയുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. ഞാൻ ഈ ഷെഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ പല ആവർത്തി സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേര്, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന് മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. തെളിവുണ്ടോ ദിയാസന? നാക്ക് കൊണ്ട് എന്തും നമുക്ക് പറയാം. പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വെക്കണം. അതാണ് ഒരു ആണത്ത്, ഒരു പെണ്ണത്ത് നമ്മൾ പറയുന്നല്ലേ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെണ്ണെന്നൊക്കെ പറയുന്നത് അതാണ്. ഇപ്പോൾ ഷെഫീന ബീവി എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും, രേണു സുധിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അതിനെന്തെങ്കിലും ഒരു തെളിവ് വെക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ തെളിവുണ്ടോ? നാക്ക് കൊണ്ട് എന്തും പറയാമെന്നാണോ? ബാക്കിയും കൂടി കേൾക്കാം. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിട്ട് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ദിയാസന, നിന്റെ കയ്യിൽ തെളിവുണ്ടോ ദിയാസന? ഞാൻ വീണ്ടും അത് തന്നെയാണ് ചോദിക്കുന്നത്. നീ സ്വയം നിന്നെക്കുറിച്ച് പറയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഷെഫീന ബീവി ഇങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഒരാളാണ്. പക്ഷേ ദിയാസന ഏത് ഷെഫീന ബീവിയെ കുറിച്ചിട്ട് പറയുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ബാക്കിയും കൂടി കേൾക്കാം. എങ്ങനെ ആണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവള് ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക്, എന്താ പറയാ, കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ദിയാസനയുടെ ഒരു കാര്യം പറയാം. ഈ കേരളത്തിൽ കുറെ പേര് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്.
അവർക്ക് ഇതൊക്കെ വലിയൊരു ആപത്താണ്. ഇപ്പൊ ദിയാസന പറയുന്നുണ്ട് ആ കുട്ടി, അതായത് മഞ്ജു പിള്ളയുടെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ ദിയാസന പറയുന്നത്. ദിയാസനയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ ജീവിക്കുന്ന ഒരാൾക്കാരായിരിക്കും. നിങ്ങൾക്കൊക്കെ അങ്ങനെ നടക്കാനായിരിക്കും ഇഷ്ടം. തോന്നിയ ഡ്രസ്സും അത് നിങ്ങൾ ഇഷ്ടമാണ്, ഞാൻ അതിനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കേരളത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട്, അവർക്ക് ഇത് വലിയ പ്രശ്നം തന്നെയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ, വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായിലെ പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്ക് ഷെഫീന ബീവിയോട് പറയാനുള്ളത്, ദിയാസനക്കെതിരെ കേസ് കൊടുക്കണം. എന്തിനെന്നല്ലേ, അതായത് 3 ഭർത്താവിനെ ഷെഫീന ബീവി കൊന്നു എന്നല്ലേ ഇവിടെ ഈ പറയുന്ന ദിയാസന പറയുന്നത്. നാക്ക് കൊണ്ട് എന്തും പറയാമെന്നാണോ? ഇപ്പൊ ഷെഫീന ബീവി അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ നിയമത്തിന് മുമ്പിൽ ഇങ്ങനെ വെറുതെ നടക്കോ? എന്തൊക്കെയാ പറയുക. നമുക്ക് വിമർശിക്കാം പൊന്നു പ്രേക്ഷകരെ, ഞാനും വിമർശിക്കുന്ന എൻ്റെ രീതി നിങ്ങൾ കണ്ടോ, ദിയാസനയുടെ രീതി നിങ്ങൾ കണ്ടോ? അതായത് ഒരുത്ത് കൊന്നു, മറ്റേ തുണ്ട് വിൽക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത്. ഇങ്ങനെയാണോ വിമർശിക്കേണ്ടത്? ഇതാണോ വിമർശനം? ഒരു ഡ്രസ്സ് ധരിക്കുമ്പോളെ മാന്യമായ ഡ്രസ്സ് ധരിക്കുന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ബാക്കിയും കൂടി കേൾക്കാം. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തരാം. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം. ദിയാസന ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറെ അന്വേഷിച്ച്, ഈ പറയുന്ന ഷെഫീന ബീവിയെ കുറിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ട് യൂട്യൂബിലുണ്ടോ എന്ന്. ഒന്നുമില്ല. അവരുടെ സംസാരം, അതായത് ഷെഫീന ബീവിയുടെ സംസാരം ഇത്തിരി ഓവറാണ്, അത് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അതിനെ കുറിച്ചിട്ട് കുറെ കോണ്ടന്റ് ഉണ്ട്. അവരുടെ സംസാരം, അവർ തെറി വിളിക്കുന്നതൊക്കെ മറ്റേ യൂട്യൂബിലുണ്ട്. പക്ഷേ ഇവർ പറയുന്ന രീതിയിൽ ഒന്നുമില്ല. പിന്നെ ഇവർ പറഞ്ഞു എന്തെങ്കിലും അറിയാൻ വേണ്ടി ഇവർക്ക് മെസ്സേജ് അയക്കണമെന്ന്. പൊന്നു പ്രേക്ഷകർ, ആരും മെസ്സേജ് അയക്കല്ലേ. ഹണി ട്രാപ്പ് പോലെ നിങ്ങൾ കുടുങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ, ഞാൻ വേറൊന്നും പറയുന്നില്ല, പറയിപ്പിക്കല്ലേ ദിയാസന. ബാക്കി ഞാൻ സജിന ഫിറോസിന്റെ കോണ്ടന്റ് ഞാൻ എടുത്തിടുന്നില്ല. ഞാൻ അതിനെ കുറിച്ചിട്ട് ഒരക്ഷരം സംസാരിക്കാത്ത ഒരാളാണ്. അണക്കതിന് എൻ്റെ കയ്യിൽ ഇത്ര കുറെ തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ട് നീ സംസാരിപ്പിക്കണ്ട. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾപ്പിക്കാം. 3 ദിവസമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാതെ മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ ഇടപെട്ട് തുടങ്ങി, കുട്ടികളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മോശപ്പെട്ടതാണെന്നും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണെന്നുള്ളതും എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ ഷെയിം ചെയ്യാൻ ഇവൾ ആരാണെന്നുള്ളതാണ്. എന്ത് വൃത്തികേടാണ് ഷെഫീന ബീവി പറഞ്ഞത്? നിങ്ങൾ അത് പറയോ? ഷെഫീന ബീവി മാന്യമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ പേഴ്സണലി അങ്ങനെയാണ് എടുത്ത് കാണുന്നത്. അതായത് ഷെഫീന ബീവി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഷെഫീന ബീവി പറഞ്ഞത്, ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും നിലവിൽ SLCയിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇത് കണ്ടാൽ എന്താവുന്നാണ് ഷെഫീന ബീവി ചോദിച്ചത്. അത് തെറ്റല്ലേ? ഡ്രസ്സ് ആർക്ക് എങ്ങനെ വേണമെങ്കിൽ ധരിക്കാം, വീണ്ടും ഞാൻ പറയാം. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ച് ഷെഫീന ബീവി അതിനിങ്ങനെയൊക്കെ പറയണോ? ഭർത്താവിനെ കൊന്നൊക്കെ പറയണോ? ബാക്കിയും കൂടി കേൾക്കാം. ഈ സ്ത്രീക്ക് ശരിക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഈ സ്ത്രീക്ക് ഉള്ളത്. ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവര് ഭയങ്കര ദീർഘനിശ്വാസങ്ങൾ എടുക്കും. ദീർഘനിശ്വാസങ്ങൾ. ഈ ദീർഘനിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷെ എനിക്കിതിവിടെ പറയേണ്ടി വന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ ഞാൻ തന്നത്. എന്തായാലും ദിയാസനയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ വേണം നടന്നോളൂ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഷെഫീന ബീവി വീഡിയോ അപ്ലോഡ് ചെയ്തത്. നല്ലവരായ മാന്യമായിട്ട് ജീവിക്കുന്ന, മാനം വിൽക്കാതെ നല്ല രീതിക്ക് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഷെഫീന ബീവി അങ്ങനെയുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ എന്നെ ചിലപ്പോൾ വലിയൊരു സ്ത്രീ വിരോധം, പൊന്നു പ്രേക്ഷകരെ, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒന്നാണ്. സ്ത്രീകൾ, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ മാന്യമായിട്ട് നടക്കണമെന്നാണ് ഞാനും പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇവറ്റകൾക്ക് ഇത് പറഞ്ഞാൽ ഒന്നും ഒക്കത്തില്ല. കാരണം ദിയാസന, ഈ പറയുന്ന ഇവരൊക്കെ മൈൻഡിൽ വേറെയാണ്. ഞാനത് പറയുന്നില്ല, പറഞ്ഞാൽ ഓവറായി പോകും. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. നിങ്ങൾക്കറിയോ, ഇവർക്കെതിരെ ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു. പോലീസുകാർക്ക് FIR ഇടാനുള്ള ഇതിനകത്ത് കാര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല കേസുകളെയും ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. നിലവിലെ ഈ റീസെന്റ് 6 മാസത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 68ഓളം കേസുകൾ കേരള സൈബർ പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട്. അതൊന്നും FIR ആയിട്ടില്ല. ഓക്കെ, ഇവർ തന്നെ പറയുന്നുണ്ട് 68 കേസുണ്ട്, പക്ഷെ ഒറ്റ ഒന്നിനും FIR ഇല്ല എന്നാണ്. എങ്ങനെ ഇടും? ഒരു ഡ്രസ്സ് ഒരു ഇത്തിരി, അതായത് ഡ്രസ്സ് ഇത്തിരി മാന്യമായി ധരിക്കുന്നൊക്കെ പറഞ്ഞാൽ അതിന് പോയി കേസ് കൊടുത്താൽ എങ്ങനെയാണ് FIR ഇടേണ്ടത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിലവിൽ എന്റെ അറിവിൽ തന്നെ ഉള്ള ഏകദേശം 8 കേസുകളോളം FIR ഉള്ളതാണ്. ക്രൈം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്.
ഇവർ 2018 മുസ്ലിംസിന് അഗെയിൻസ്റ്റ് സംസാരിച്ച് ഇവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം 2020 ഇവരുടെ അക്കൗണ്ട് പൂട്ടി. ഇതുപോലെ കാട്ടവരാതം പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 22 എന്തോ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ ജാഫറിന് വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേട് പറഞ്ഞു, അവളെ പല ആണുങ്ങളുടെ കൂടെയും വൃത്തികേട് പറഞ്ഞും ഒക്കെ. എനിക്ക് അറിയില്ല, ആ കുട്ടി അങ്ങ് മാനസികമായിട്ട് തകർത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ പോയി ഫൈറ്റ് ചെയ്ത് നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ പോയി FIR ഇട്ട് അവളുടെ മറ്റേ ലാപ്ടോപ്പും ഫോണും സ്റ്റാൻഡും എല്ലാം ഒക്കെ പിടിച്ചു വെച്ച് അവൾക്കെതിരെ FIR ഇട്ടു. ഇതേ ജാസ്മിൻ ജാഫറിന്റെ കേസിലും ഷെഫീന ബീവി പറഞ്ഞത്, ജാസ്മിനെ നിനക്ക് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ജാസ്മിനെ, എന്തിനാണ് ഓപ്പൺ ആയിട്ട് ഗബ്രിക്കൊപ്പം റൂം എടുക്കുന്നതൊക്കെ വ്ളോഗ് ഇടുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നില്ല ജാസ്മിൻ അങ്ങനെയൊക്കെ ചെയ്തു എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ജാസ്മിന്റെ വ്ളോഗ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്, ജാസ്മിന്റെ വ്ളോഗിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് ഈ ഹോട്ടലിൽ മുറിയെടുത്തു എന്നൊക്കെ ജാസ്മിൻ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അത് വിമർശിക്കപ്പെടും. അപ്പോൾ ഷെഫീന ബീവി പറയുന്നത്, നീ പേഴ്സണലി എന്തും ചെയ്തു, അത് നാട്ടുകാർക്ക് എന്തിനു അറിയിക്കുന്നു എന്നാണ് ഷെഫീന ബീവി അന്ന് ചോദിച്ചത്. അതിൽ എന്ത് തെറ്റാണുള്ളത്? ബാക്കിയും കൂടി കേൾക്കാം. ലാസ്റ്റ് നടക്കുന്ന സംഭവം അതാണ്. അത് ഈ പറഞ്ഞ കിക്കിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് നിന്നിട്ട് ഇവളുടെ അക്കൗണ്ടിനെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് പുതുതായിട്ടുണ്ടാക്കിയ അക്കൗണ്ടാണ് ഈ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലൂടെ നിങ്ങളിപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പലതും പറയും. ആ പലതും പറയുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാവരും ഇവളുടെ അടുത്തേക്ക് പോകും. ഇവളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് എന്നിട്ട് പറയും, അയ്യോ നിങ്ങൾ ഇങ്ങനെ എന്നെ പറ്റിയിട്ട് വീഡിയോ ഇടരുത് എന്ന് ഷെഫീന ബീവിയോട് പറയുമ്പം ഇവൾ എന്ത് ചെയ്യും? ബ്ലാക്ക്മെയിൽ ചെയ്യും. ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്തൊക്കെയല്ലേ ഇവൾ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ് പൊന്നു പ്രേക്ഷകരെ. ഷെഫീന ബീവി ലക്ഷ്യങ്ങൾ തട്ടുന്നു എന്നാണ് പറഞ്ഞത്. നാണമുണ്ടോ? ഒരു തെളിവെങ്കിലും കൊണ്ടുപോകാ ദിയാസന, നിന്നെ വിളിക്കുന്നു ഞാൻ. നീ തക്കതായിട്ടുള്ള വ്യാജമല്ലാത്ത തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ സംസാരിക്കും. ഞാൻ അങ്ങനെയാണ്, ഞാൻ സംസാരിക്കും. ഏത് സ്ത്രീയാണ് ഷെഫീന ബീവി ഭീഷണിപ്പെടുത്തിയത്? നാക്ക് കൊണ്ട് എന്നും പറയാമോ? പിന്നെ പറഞ്ഞു ആദ്യ അക്കൗണ്ട് ഷെഫീന ബീവിയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നല്ലേ പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, യൂട്യൂബ് എന്തെന്ന് ആദ്യം പഠിക്കണം. ഒരു അക്കൗണ്ട് നമ്മൾ പൂട്ടിച്ചു കഴിഞ്ഞാൽ വലിയ സ്ട്രൈക്ക് നമുക്ക് കിട്ടിയിട്ട് നമ്മളെ അക്കൗണ്ട് എന്നേക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫേസ് കൊണ്ട് എനിക്ക് വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ലക്ഷങ്ങൾ തട്ടിയെടുക്കും. മാനക്കേടും നാണക്കേടും കരുതിയിട്ട് കുടുംബത്തിനകത്തിരിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരാകെ ടെൻസ്ഡ് ആയിട്ട് ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. എന്താ അല്ലേ, എന്തൊക്കെ ഒരു നാക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും പറയാം. അതായത് ഇവർക്ക് ദിയാസനക്കല്ല ഒരു ഇതുണ്ട്, കേസാവത്തില്ല, പെണ്ണല്ലേ, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ദിയാസനെ 2 തെറി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മിനിമം ഒരു 3 മാസമെങ്കിലും കിടക്കേണ്ടി വരും. ഇവിടെ ഇവർത്തകൾക്ക് അങ്ങനെ ഒന്നുമില്ല, എന്തും ചെയ്യാം. അങ്ങനെയാണ് ഇവറ്റകൾ. ഇപ്പൊ നോക്കൂ, ഒരു തെളിവും ഇല്ലാതെ ഈ പറയുന്ന ഷെഫീന ബീവി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, ലക്ഷങ്ങൾ തട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നാണമുണ്ടോ? ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടോ ദിയാസന? ബാക്കിയും കൂടി കേൾക്കാം. ഇന്ന് ഈ മഞ്ജുചേച്ചിയുടെ മകൾ അല്ലെ ഈ ദയന പോലും ഇത് പറയുന്നത് ഇവരായിട്ട് ഫോൺ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അവര് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ആ ബാർഗെയിനിൽ കാശ് കൊടുക്കുക. നിങ്ങൾക്കറിയാം, ഒരു പ്രിവിലേജ്ഡ് അല്ലാത്തൊരു സ്ത്രീ ആയിട്ടുള്ള രേണുസുതി കൈൻഡ് ഓഫ് എന്തോ ആവട്ടെ, പല പ്രശ്നങ്ങൾ അവരുടെ ഉണ്ട്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്, അവർ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഇന്നൊരു രോഗിയായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ പോലും വെറുതെ വിടാതെ പച്ചമാംസം കഴിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട നെറുകെട്ട ഒരു സ്ത്രീയാണ് ഇവളെന്ന് പറയുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഷെഫീന ബീവി പറഞ്ഞത് വീണ്ടും ഞാൻ പറയാം. മോളെ, ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കേണ്ട മോളെ. ഈ ഡ്രസ്സ് ആപത്താണ്. ഗോവിന്ദചാമിയെ പോലുള്ളവർ കണ്ടാല്, അങ്ങനെയുള്ള 3% വരുന്ന ആൾക്കാർ നിന്നെ ചിലപ്പോൾ കയറി പിടിച്ചൊന്നും വരും മോളെ. ഇത്തിരി മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കും മോളെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ. ഇത് ഇവർ മാത്രമല്ല, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വായിച്ചു തരാം. റന ഫാത്തിമ അടക്കം കമന്റ് ഇട്ടിട്ടുണ്ട്. എന്റെ പൊന്നു മനുഷ്യന്മാർ, ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കാൻ പറയുന്നത് ഇത്രയും വലിയ കുറ്റമാണെന്ന് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ബാക്കിയും കൂടി കേൾക്കാം. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും വിഷയങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ജാഗ്രത ഉണ്ടായത്. എന്നെ ഏകദേശം 2018 മുതൽ ഈ സ്ത്രീ ആക്രമിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എൻ്റെ ഹിസ്റ്ററി ഒക്കെ വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് എന്നെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലും പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ കേസുകൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ കേസുകൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സീനാദേവി കുഞ്ഞമ്മയെ പോലെ ഒരാളിന് ഒരു പരാതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, യൂട്യൂബർ രാജനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഗുഡ്, അത് അടിപൊളി. അത്തരത്തിൽ തന്നെ എല്ലാ കേസുകളും നടക്കട്ടെ. ദിയാസനയോട് എനിക്ക് പറയാനുള്ളത്, ദിയാസന, നമ്മൾ കാര്യം പറയുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം ദിയാസന. എന്തും വിളിച്ച് പറയുന്നതല്ല, സോഷ്യൽ മീഡിയ ആണിപ്പോൾ. ഞാനിത് എടുത്തിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് 4 ആളിലേക്ക് അറിയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പോൾ ഈ പറയുന്ന ഷെഫീന ബീവി 3 ഭർത്താക്കന്മാരെ കൊന്നു എന്ന് പറഞ്ഞു.
ആ ഒരൊറ്റ പോയിന്റ് മതി നിങ്ങൾ അകത്തിടാൻ ഷെഫീന ബീവി നല്ല രീതിക്ക് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ. ഓക്കെ, അതൊക്കെ നമ്മൾ സോഷ്യൽ, നിങ്ങളത് കൊന്നു എന്ന് സംശയം പോലുമല്ല നിങ്ങൾ പറഞ്ഞത്, കൊന്നു എന്ന് ഓപ്പൺ ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ബാക്കിയും കൂടി കേൾക്കാം. അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഇതുപോലൊരു വിഷജന്തുവായിട്ടുള്ള ഈ സ്ത്രീക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളിൽ എഫ്ഐആർ വരാത്ത സാഹചര്യത്തിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. എന്റെ ദയാസനയോട് ഒരു കാര്യം പറയാം. ഇപ്പോ പോലീസ് അവിടെ അവർ കുറെ പഠിച്ചിട്ടാണ് പോലീസായത്. നമ്മൾ ചുമ്മാ പോയിട്ട് സാറേ എന്നെ അവളിങ്ങനെ ചെയ്തു, സാറേ എന്നെ ഇവളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എഫ്ഐആർ ഇടാനും കേസെടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പാവങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷന്. അതായത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്ന ഒരു മേഖലയാണ് പോലീസ് സ്റ്റേഷന്. ചുമ്മാ പോയിട്ട് എന്തിനും തോന്നിയതിനൊക്കെ പോയിട്ട് കേസ് കൊടുത്താൽ പോലീസ് മറ്റേ എഫ്ഐആർ ഇടുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? തക്കതായിട്ടുള്ള തെളിവാണ്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോക്ക് ഇപ്പോൾ ദിയാസന പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള നല്ലവരായിട്ടുള്ള പോലീസൊക്കെ ഈ വീഡിയോ നോക്കും. അവരിരുന്ന് കണ്ടിട്ട് എന്തെങ്കിലും കച്ചപിച്ച തോന്നിയാലേ എന്നെ വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവരെന്നെ വിളിക്കത്തില്ല. ഇവർക്ക് വട്ടുന്നേ അവർക്ക് മനസ്സിലാവും. ബാക്കിയും കൂടി കേൾക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വട്ടങ്ങളായി ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇതിന്മേൽ നല്ല ആക്ഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. എന്ത് ആക്ഷനാണ് മോളെ? ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കുക, ഇത്തിരി ഓപ്പൺ ആയിട്ട് പോവണ്ട എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കുറ്റമാണ്. ഇവിടെ പീഡിപ്പിച്ചവരും കൊലപാതക പ്രതികളും ഒക്കെ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു കേരളമാണ്. അപ്പോൾ മോളെ നീ ഇത്തിരി മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമെന്ന് പറഞ്ഞാൽ മറ്റേ കേസ് എടുക്കോ? എന്തൊക്കെയാ ദിയാസന പറയുന്നത്? ബാക്കിയും കൂടി കേൾക്കാം. ഈ വിഷയത്തിന്മേലുള്ള ഫർദർ മുന്നോട്ട് പോകുന്നിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കി കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയും. കൃത്യമായിട്ട് ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ത്രീയെ ഇരിക്കും. ഇവര് കാലിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞ് വികലാംഗയാണെന്ന് പറഞ്ഞാണ് സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ വിരട്ടുന്നത്. എന്താ അല്ലേ മോളെ, നല്ല ഡ്രസ്സ് ധരിക്കുക എന്ന് പറഞ്ഞതിനാണ് ഇപ്പൊ പറയുന്നത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന്. ഷെഫീന ബീവിയോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഇവർ എങ്ങനെ വേണമെങ്കിൽ നടക്കട്ടെ, നമുക്കെന്തായി? നല്ലത് പറഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഇത്തിരി നല്ല വസ്ത്രം ധരിക്കുന്ന പറയുമ്പോൾ വസ്ത്രം ആർക്കും എങ്ങനെ വേണമെങ്കിലും ധരിക്കാം, അത് വേറെ സംഗതിയാണ്. പക്ഷേ ഇത്തിരി നല്ല വസ്ത്രം ധരിക്കുമോളെ ഗോവിന്ദചാമിയെ പോലുള്ള ആൾക്കാരുള്ള നാടാണെന്ന് പറയുമ്പോൾ കൊല്ലണു, മറ്റേ ഈ പറയുന്ന ഹസ്ബൻഡിനെ കൊന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? വളരെ വളരെ മോശം. ബാക്കിയും കൂടി കേൾക്കാം. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ ചോദിക്കുക എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വന്ന് എന്നെ വല്ലതും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലീസുകാരെ ചീത്ത പറയുകയും ചെയ്യും. നോക്കൂ, എന്തൊരു വൃത്തികെട്ട വാദമാണ് ഇവിടെ ദിയാസന പറയുന്നത്. അതായത് ദിയാസന പറയുന്നത് നമ്മുടെ ഷെഫീന ബീവിക്ക് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഷെഫീന ബീവി പോലീസിനെ ചീത്ത പറയോത്രേ, പോലീസ് വിളിച്ചാൽ അവിടേക്ക് പോവില്ല അത്രേ. എന്തൊക്കെ വൃത്തികേടാണ്. പോലീസ് സ്റ്റേഷന് ഷെഫീന ബീവിയുടെ അമ്മായിന്റെ വീടാണോ? ഇപ്പൊ എന്നെ ഒരു പോലീസ് സാറ് വിളിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, അൽത്തു നിനക്കെതിരെ ഒരു കേസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വരത്തില്ല സാറേ എന്ന് ഞാൻ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു 10 സെക്കൻഡിനുള്ളിൽ വന്ന് പൊക്കും. അവർക്ക് അത്ര മിടുക്കുണ്ട്. കേരള പോലീസാണ്. സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇവിടെ പറയുകയാണ് ഷെഫീന ബീവി പോലീസിനെ തെറി വിളിക്കുന്നൊക്കെ. നാണമുണ്ടോ? ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ടോ? കേരള പോലീസിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ കേരള പോലീസിനെയാണ് ഈ പറഞ്ഞ ദിയാസന അപമാനിച്ചത്. ഇതിനെതിരെയും കേസെടുക്കാം പോലീസിനെ. ബാക്കിയും കൂടി കേൾക്കാം. ഇത് അവരുടെ കയ്യിൽ റെക്കോർഡിക്കലി അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരത് പബ്ലിഷേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഈ വിഷയം സംസാരിക്കുന്നത് ഒരു മനുഷ്യരെ പോലും വെറുതെ വിടാതെ ഈ സ്ത്രീ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്തൊരു ക്ലാരിറ്റി തരണം എന്നുള്ളത് കൊണ്ടാണ്. കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് ഈ വിഷയത്തിൽ ചേച്ചിക്ക് അറിയുന്ന വിഷയങ്ങളെ പറ്റി സംസാരിക്കാം. എന്താ അല്ലേ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് കമന്റ് വായിക്കാം. റന ഫാത്തിമ, മഹാനായ റന ഫാത്തിമയൊക്കെ കുറച്ച് കമന്റ് ഇടുന്നുണ്ട്, അതൊക്കെ ഞാൻ വായിച്ചു തരാം. ഒരു കാര്യം പറയാം, ഒരു കാര്യം ഉറപ്പായി, ഈ നാട്ടിൽ ഏറ്റവും വലിയ കുറ്റകരം മക്കളെ ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കുന്നു പറയുന്നതാണെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇനി നമുക്ക് കമന്റ് ബോക്സ് നോക്കാം. ഇതിൻ്റെ ഒക്കെ താഴെ വരുന്ന കമന്റ് ബോക്സ്. റന ഫാത്തിമ, മഹാനായ റന ഫാത്തിമ പറയുന്നത്, നമ്മുടെ ഷെഫീന ബീവി ഇത്തിരി നല്ല രീതിക്ക് നടക്ക് മക്കളെ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും മക്കളെ, നല്ല വസ്ത്രം ധരിക്കുന്ന ഷെഫീന ബീവി പറഞ്ഞതിന് റന ഫാത്തിമയുടെ കമന്റ്, ഈ തള്ളന്റെ തലയിൽ തേങ്ങ വീണ് ചാവണം. എന്ത് തെറ്റാണ് എൻ്റെ പൊന്നും മനുഷ്യന്മാരെ, എന്ത് തെറ്റാണ് ഇവിടെ.
എനിക്ക് പേഴ്സണൽ ചിരിയാണ് വരുന്നത്. അങ്ങനെ കുറേ മഹാന്മാർ എന്തൊക്കെയോ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഞാനതൊന്നും എടുത്ത് വായിക്കുന്നില്ല. അപ്പോൾ ഷെഫീന ബീവിയോട് പറയാനുള്ളത് അവരെങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ, നമുക്ക് എന്തായി. ഓക്കെ, നമ്മളിപ്പോൾ തൽക്കാലം ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.